വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളിതാ ഒരു സ്റ്റാൻഡ് വർക്കായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആദ്യം ഞാനൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഇതുപോലൊക്കെ ഒരു ബോർഡർ വെച്ചിട്ട് 2 ഒട്ടകത്തിൻ്റെ സ്റ്റിക്കർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഇത് ഞാൻ ഇതിൻ്റെ ഔട്ട്ലൈൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് കളയാണ് കേട്ടോ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണല്ലോ നമ്മുടെ ഈ ചാനൽ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മാത്രമല്ല ക്രാഫ്റ്റ് വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് വേസ്റ്റ് മെറ്റീരിയൽ മാത്രം വെച്ച് ഒത്തിരി നല്ല വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോയിലൊക്കെ ഒന്ന് കയറി നോക്കുക. ഈ ഒരു പിക്ചർ ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പിക്ചറും ഇതുപോലെ തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ 2 പിക്ചറും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ പുറകുവശത്തുള്ള ഈ ഒരു പേപ്പർ നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പുറകുവശത്ത് ഓൾറെഡി പശ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കിത് നേരെ ഈ ഒരു പേപ്പറിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ മറ്റേ പിക്ചറും ഈ ഒരു പേപ്പറിലേക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പേപ്പറിലേക്ക് ഈ 2 ഒട്ടകത്തെയും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പെൻസിൽ വെച്ച് ഒരു മരുഭൂമിയുടെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് പെൻസിൽ വെച്ച് വരച്ച ഭാഗം ഒരു CD മാർക്കർ വെച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് ഫെവിക്രിലിൻ്റെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഏത് ഗമ്മ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഭാഗത്ത് ഇതുപോലെ മുഴുവനായിട്ടും ഗമ്മ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് സാൻഡാണ് കേട്ടോ, അതായത് മണൽ. അപ്പോൾ അതായത് ഞാൻ കുറച്ച് മണൽ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതേ നമ്മുടെ ഈ ഒരു മണൽ നമുക്ക് ഈ ഗമ്മിന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുഴുവനായിട്ടും കവർ ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഇതിനകത്തുനിന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മുഴുവനും കണ്ട് നിങ്ങളെ ലാഗ് അടിപ്പിക്കണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതായത് ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതെ, ഞാൻ ഈ ഒട്ടകത്തെ മാത്രം ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഭാഗം കംപ്ലീറ്റ്ലി സാൻഡ് വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബാലൻസ് വന്നിട്ടുള്ള ബാക്കി സാൻഡുകളൊക്കെ ഇതിൽ നിന്ന് റിമൂവ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതേ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഒരു ഒട്ടകത്തെയൊക്കെ നമുക്കൊന്ന് വരച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതാ അതിൻ്റെ മുകളിലായിട്ട് ഒരു ഒട്ടകത്തെ കൂടി വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന തോന്നുന്നുണ്ടെങ്കിൽ അവർക്കൂടെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.